എല്ലാവർക്കും നമസ്കാരം. പ്രെപ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എമർജൻസി എന്ന ടോപ്പിക് കണ്ടിന്യൂ ചെയ്യുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ എമർജൻസിനെ കുറിച്ചാണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ചാണ്. ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നത് ഇന്ത്യൻ പോളിറ്റി ബൈ എം ലക്ഷ്മികാന്ത് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 16 ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ മാക്സിമം ലക്ഷ്മികാന്ത് എടുത്ത് അതിൽ ഈ ചാപ്റ്റർ 16 നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യാനും ശ്രമിക്കണം. അപ്പോൾ നേരെ നമുക്ക് സ്റ്റേറ്റ് എമർജൻസിയിലോട്ട് പോവാം. സ്റ്റേറ്റ് എമർജൻസി പ്രസിഡന്റ് റൂൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ എമർജൻസി പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ എല്ലാ വിധത്തിലുള്ള എമർജൻസിയെ കുറിച്ചും പറയുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവരാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഗ്രൗണ്ട്സ് ഓഫ് ഡിക്ലെയറിങ് സ്റ്റേറ്റ് എമർജൻസി നമ്മൾ നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് നമ്മൾ കാണാം. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആയിട്ട് ആർട്ടിക്കിൾ 355 ഉണ്ട്. ആദ്യം തന്നെ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെൻറ്റർ ടു എൻഷ്യൂർ ഗവേണൻസ് ഈസ് ക്യാരിഡ് ഓൺ ഇൻ അക്കോർഡൻസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. നമ്മളുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം ആ സ്റ്റേറ്റിൽ പ്രോപ്പറായിട്ട് ഭരണം നടക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെയല്ലേ ഭരണം നടക്കുന്നതെന്ന് നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് എൻഷ്യൂർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായിട്ടല്ല സ്റ്റേറ്റിൽ ഭരണം നടക്കുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അവിടെ ഇടപെടണം. ഇടപെട്ട് അതിനെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ളതാക്കി മാറ്റണം. അങ്ങനെ ഇടപെടുന്നതാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അതായത് ഭരണഘടനയ്ക്ക് അനുസൃതമായി സ്റ്റേറ്റ്സിൽ ഭരണം നടക്കണമെന്ന് എൻഷ്യൂർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എമർജൻസി പ്രഖ്യാപിക്കുന്നതിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നിർവഹിക്കുന്നത്. ഈ ഒരു കാര്യം പറയുന്നത് ആർട്ടിക്കിൾ 356 ആർട്ടിക്കിൾ 356 പ്രകാരമാണ് എമർജൻസി വരുന്നത്. ഇതിനായിട്ടുള്ളൊരു ഡ്യൂട്ടി കൊടുക്കുന്നതോ ഒരു റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റുന്നതോ അത് ആർട്ടിക്കിൾ 355 പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടി ഓഫ് ദ സെൻറ്റർ ടു എൻഷ്യൂർ ഗവേണൻസ് ഈസ് ക്യാരിഡ് ഓൺ ഇൻ അക്കോർഡൻസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതുമാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഫുൾഫില്ല് ചെയ്യാനായിട്ട് എന്ത് വേണം? എമർജൻസി പ്രഖ്യാപിക്കാനുള്ള കഴിവ് വേണം. ആ കഴിവ് കൊടുക്കുന്നത് ആരാ? ആർട്ടിക്കിൾ 356. ഇനി എങ്ങനെയൊക്കെ നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഒരു ഭരണം എടുക്കാൻ കഴിയും നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 356 മാത്രമല്ല വേറൊരു പ്രൊവിഷനിലും കൂടെ നമ്മളെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഭരണം ഏറ്റെടുക്കാൻ പറ്റും. ഭരണം ഏറ്റെടുക്കുന്നത് എന്തിനാ? നമ്മളുടെ സംസ്ഥാനങ്ങളിൽ പ്രോപ്പറായിട്ടല്ലേ ഭരണ നിർവഹണം നടക്കുന്നതെന്ന് ഉറപ്പാക്കാൻ. പ്രോപ്പറായിട്ടല്ലേ എന്ന് പറയുമ്പോൾ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടല്ലേ എന്ന് ഉറപ്പുവരുത്താനായിട്ട്. അപ്പോൾ ഇവിടെ 2 പ്രൊവിഷൻസ് ആണ് ഇതിനായിട്ട് നമ്മളുടെ ഭരണഘടനയിൽ നൽകിയിട്ടുള്ളത്. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 356 നമ്മളുടെ ഗവർണറിനോട് ഒരു റിപ്പോർട്ട് ചോദിക്കും. ഗവർണറെ, ഇവിടെ എങ്ങനെയാണ് ഭരണനിർവഹണം നടക്കുന്നത്? അത് പ്രോപ്പറായിട്ടല്ല, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 356 പ്രകാരം അവിടെ നേരെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റും. മറ്റ് പ്രൊവിഷൻ എന്താ ഉള്ളത്? ആർട്ടിക്കിൾ 365 പ്രകാരം ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ വലിയ പൊസിഷനിലായിട്ടാണല്ലോ പറയണേ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മളുടെ സംസ്ഥാനങ്ങളോട് ഇങ്ങനൊരു കാര്യം ചെയ്യുക എന്നൊക്കെ പറയണ നേരത്ത് അവർ ആ ഒരു ഡയറക്ഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല, അത് പാലിക്കണില്ല, പറയാണ് ഞങ്ങൾക്കിത് ഫോളോ ചെയ്യാൻ പറ്റില്ല, ഞങ്ങളിത് ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും അവിടെ ഒരു എമർജൻസി കൊണ്ടുവരാൻ പറ്റും. അതാണ് ആർട്ടിക്കിൾ 365 പ്രകാരം. ഇവിടെ റിപ്പോർട്ടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം കേന്ദ്രം പറഞ്ഞു, സംസ്ഥാനം ചെയ്തില്ല. അപ്പം എന്താ? അനുസരണക്കേട്. ആ അനുസരണക്കേടിന് കൊണ്ടുവരുന്നതാണ് ആർട്ടിക്കിൾ 365. ആർട്ടിക്കിൾ 365 പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 365 says that whenever a state fails to comply with or to give effect to any directions from the center, it will be lawful for the president to hold that a situation has arisen in which the government of the state cannot be carried on in accordance with the provisions of the constitution. അപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് നമ്മളുടെ സംസ്ഥാനങ്ങൾ അനുസരണക്കേട് കാണിക്കുകയാണ്, അതായത് കേന്ദ്രം പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നമ്മളുടെ പ്രസിഡന്റിന് തീരുമാനിക്കാൻ പറ്റും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ഭരണം നടത്താൻ പറ്റില്ല,
കാരണം സംസ്ഥാനം കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഡയറക്റ്റീവ്സ് ഒന്നും തന്നെ പാലിക്കണില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അവിടെ പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മളുടെ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളിൽ പ്രോപ്പറായിട്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടല്ലേ ഭരണനിർവഹണം നടത്തുന്നതെന്ന് ഉറപ്പാക്കാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫില്ല് ചെയ്യാനായിട്ട്, റെസ്പോൺസിബിലിറ്റി എവിടെ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 355. ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫില്ല് ചെയ്യാനായിട്ട് ആദ്യം ആർട്ടിക്കിൾ 356 ഒരു പ്രൊവിഷൻ തരുന്നുണ്ട്. അതിനുശേഷം ആർട്ടിക്കിൾ 365 ഒരു പ്രൊവിഷൻ തരുന്നുണ്ട്. ആർട്ടിക്കിൾ 356 എങ്ങനെയാ? നമ്മളുടെ ഗവർണറോട് ഒരു റിപ്പോർട്ട് ചോദിക്കും, ഇവിടെ എങ്ങനെയാണ് ഭരണനിർവഹണം നടത്തുന്നതെന്ന്. അത് പ്രോപ്പർ അല്ലെന്ന് നമ്മളുടെ ഗവർണർ പറയുകയാണെങ്കിൽ അപ്പോൾ അവിടെ എമർജൻസി കൊണ്ടുവരും. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 365 എങ്ങനെയാ? നമ്മളുടെ കേന്ദ്രം സ്റ്റേറ്റിനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഒരു ഡയറക്ഷൻ കൊടുത്തു, അത് ഫുൾഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ, അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 365 പ്രകാരം അവിടെ എമർജൻസി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ 2 രീതികളാണുള്ളത്. ആർട്ടിക്കിൾ 356 നമ്മളുടെ ഗവർണറോട് ചോദിച്ചിട്ട് ആ സ്റ്റേറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിട്ടും, ആർട്ടിക്കിൾ 365 നമ്മൾ നേരിട്ട് നമ്മളുടെ കാര്യങ്ങൾ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് കേൾക്കാത്തത് കൊണ്ട് എമർജൻസി കൊണ്ടുവരുന്ന 2 പ്രൊവിഷൻസ് ആണുള്ളത്. ഇനി നമുക്ക് നോക്കാം ഇതിനെങ്ങനെയാണ് പാർലമെൻ്ററി അപ്രൂവൽ കിട്ടുക, ഇതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും. നമ്മൾ കണ്ടു നാഷണൽ എമർജൻസി ആകുമ്പോൾ അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണം, 1 മാസത്തിനുള്ളിൽ അത് അംഗീകരിക്കണം എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ സ്റ്റേറ്റ് എമർജൻസി ആകുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ കുറവാണ്. കാരണം സംസ്ഥാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അപ്രൂവൽ ഇൻ 2 months മതി. നമ്മളെ നാഷണൽ എമർജൻസിയിൽ 1 മാസത്തിലോട്ട് ചുരുക്കിയായിരുന്നു ഇല്ലേ? ഇവിടെ പക്ഷേ 2 മാസത്തിൽ ആ ഒരു അപ്രൂവൽ കിട്ടിയാൽ മതി. അത് മാത്രമല്ല, പാർലമെൻറ്റിൽ സിമ്പിൾ മെജോറിറ്റി മാത്രം മതി. നമ്മളുടെ നാഷണൽ എമർജൻസിയുടെ കാര്യത്തിൽ സ്പെഷ്യൽ മെജോറിറ്റി വേണമായിരുന്നു. ഇനി ഈ ഒരു അപ്രൂവലിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ, ഇൻ കേസ് ലോകസഭ ആ സമയത്ത് ഡിസോൾവ് ആണ്, അതായത് ലോകസഭ ആ സമയത്തേക്ക് പിരിച്ചു വിട്ടേക്കാണ്, പുതിയൊരു ലോകസഭ രൂപം കൊണ്ടിട്ടില്ല. ഇപ്പം നമുക്കറിയാം നമ്മളുടെ ഇവിടെ ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അതുമാതിരി എലക്ഷൻ വന്ന് പുതിയൊരു ലോകസഭ നിലവിൽ വന്നിട്ടില്ലെങ്കിൽ, ലോകസഭ നിലവിൽ വന്നതിന് ശേഷം 30 ദിവസം കൂടെ കിട്ടും. അതായത് അപ്പോൾ അത്രയും നാളത്തേക്ക് ഇത് അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അപ്രൂവൽ രാജ്യസഭയുടെ നിന്ന് കിട്ടിയാൽ മതി. ലോകസഭ ആ സമയത്ത് ഇല്ലല്ലോ. ലോകസഭ ഇല്ലാത്തതുകൊണ്ട് തന്നെ 2 മാസം എന്നുള്ളത് നീണ്ടുപോവും. ലോകസഭ നിലവിൽ വന്ന് അവരുടെ ഫസ്റ്റ് സിറ്റിങ്ങിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഇത് അംഗീകരിച്ചാൽ മതി. ഇൻ കേസ് ഇത് അംഗീകരിച്ചു, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരു പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവരണം എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് അത് നീട്ടിക്കൊണ്ടു പോവാം. 6 മാസത്തേക്ക് അത് അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു വിധത്തിലുള്ള പ്രശ്നമില്ല. 6 മാസം കഴിയുമ്പോൾ വീണ്ടും അപ്രൂവൽ ചോദിക്കണം നമ്മളെ പാർലമെന്റിൽ. അവിടെയും ഇങ്ങനെ തന്നെയാണ്. ലോകസഭ പിരിച്ചുവിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ വീണ്ടും ലോകസഭയുടെ ഫസ്റ്റ് സിറ്റിങ്ങിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ. പക്ഷെ അതേസമയം രാജ്യസഭ ഇത് അംഗീകരിച്ചിട്ടുണ്ടാവുകയും വേണം. ഇവിടെ മാക്സിമം പീരീഡ് 3 years ആണെങ്കിലും ഈ 3 yearsന് തന്നെ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ 44ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം പറഞ്ഞു, ഇൻ കേസ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ എമർജൻസി 1 വർഷത്തേക്കാളും കൂടുതൽ കൊണ്ടുപോവാണ്, അതായത് 6 മാസം കഴിഞ്ഞു, അപ്രൂവൽ വീണ്ടും കിട്ടി, വീണ്ടും 6 മാസമായി, മൊത്തം 1 കൊല്ലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 1 കൊല്ലം കഴിഞ്ഞ് പുതിയതായിട്ട് അവിടെ എമർജൻസി കണ്ടിന്യൂ ചെയ്യിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നോക്കണം. ഒന്ന്, നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുക്കണം. ഈ ഒരു സംസ്ഥാനത്ത് ഇപ്പം കേരളത്തിലാണെന്ന് വിചാരിക്കുക, കേരളത്തിൽ എലക്ഷൻ നടത്താന്ന് വെച്ചാൽ പറ്റണ കാര്യമല്ല. ഇവിടെ പ്രോപ്പറായിട്ട് ഒരു എലക്ഷൻ നടത്താനുള്ള സാഹചര്യം ഇല്ല. ഇവിടെ മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുകയാണ് എന്ന് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ ഒന്നില്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ഒരു നാഷണൽ എമർജൻസി ഉണ്ടാവണം. എ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി ഷുഡ് ബി ഇൻ ഓപ്പറേഷൻ ഇൻ ദ ഓൾ ഓഫ് ഇന്ത്യ ഓർ ഇൻ ദ ഓൾ ഓർ എനി പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ നാഷണൽ എമർജൻസി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ 1 വർഷത്തേക്കാളും കൂടുതൽ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നാഷണൽ എമർജൻസി അങ്ങനെ അല്ലായിരുന്നല്ലോ, അപ്രൂവൽ കിട്ടി കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കായിരുന്നു. പക്ഷെ ഇവിടെ 3 വർഷമാണ് മാക്സിമം പീരീഡ്. 3 വർഷത്തിൽ തന്നെ 1 വർഷം കഴിയുമ്പോൾ
1 വർഷം കഴിയുമ്പോൾ തന്നെ റിപ്പോർട്ട് തേടണം. റിപ്പോർട്ടിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഒന്നില്ലെങ്കിൽ ഇലക്ഷൻ നടത്താൻ പറ്റില്ല എന്ന് പറയാണ്. അല്ലെങ്കിൽ നാഷണൽ എമർജൻസി ഇവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ 1 വർഷത്തേക്കാളും കൂടുതൽ പോലും ഇവിടെ സ്റ്റേറ്റ് എമർജൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് എങ്ങനെയാണ് വന്നത്? 44ാമത്തെ അമെൻമെന്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 44ാമത്തെ അമെൻമെന്റ് നമ്മളുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഒപ്പോസിഷനിൽ ഇരിക്കണ്ടായിരുന്ന ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഈ എമർജൻസി ഒന്നും ശരിയല്ല, ഇതിൽ കുറേ അധികം വ്യത്യാസങ്ങൾ വരുത്തണം എന്ന ആഗ്രഹം കൊണ്ട് കൊണ്ടുവന്നതാണ് ഈ 44ാമത്തെ അമെൻമെന്റ്. അപ്പം 44 കാണുമ്പോഴേ നിങ്ങൾ ഓർത്തോ, 44 ആണെങ്കിൽ അത് എമർജൻസിയുടെ പവേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എക്കാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 44ാമത്തെ അമെൻമെന്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ 3 വർഷം എന്നുള്ള മാക്സിമം പീരീഡിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തു. എന്താണത്? 1 വർഷം കഴിയുമ്പോൾ തന്നെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ ഇലക്ഷൻ നടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ നാഷണൽ എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ 1 വർഷത്തിന് ശേഷം വരെ അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. മാക്സിമം പീരീഡ് എത്രയാ? 3 വർഷമാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അപ്രൂവലും ഡ്യൂറേഷനും നോക്കാം. അപ്രൂവല് 2 മാസത്തിനുള്ളിൽ അപ്രൂവൽ കിട്ടണം. ആ ഒരു 2 മാസം എന്നുള്ളത് ഇൻ കേസ് ലോക്സഭ അവിടെ ഇല്ല, ലോക്സഭ പിരിച്ചു വിട്ടേക്കാണ്, 2 മാസത്തേക്കാളും കൂടുതൽ എടുക്കും ലോക്സഭ പുതിയതായിട്ട് ഫോം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ രാജ്യസഭ അംഗീകരിച്ചിട്ടുണ്ടാവണം. ലോക്സഭയുടെ ഫസ്റ്റ് സിറ്റിങ്ങിന് ശേഷം 30 ദിവസം കൂടെ കിട്ടും. പിന്നെ ഇവിടെ സിമ്പിൾ മെജോറിറ്റി മതി. പിന്നെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യും. 6 മാസം കഴിയുമ്പോൾ വീണ്ടും അപ്രൂവൽ എടുക്കണം. വീണ്ടും അപ്രൂവൽ എടുക്കുമ്പോഴും ലോക്സഭ പിരിച്ചുവിട്ടേക്കാണെങ്കിൽ പിന്നെയും ഇതുമാതിരി ഫസ്റ്റ് സിറ്റിങ്ങിന് ശേഷം 30 ദിവസം എന്നുള്ള പ്രൊവിഷൻ ഉണ്ടാവും. ഇങ്ങനെ അപ്രൂവൽ കിട്ടി എത്ര കൊല്ലത്തേക്ക് നീട്ടിക്കൊണ്ട് പോവാം? 3 വർഷത്തേക്ക്. അതായത് 3 വർഷത്തേക്ക് ഒറ്റയടിക്ക് നീട്ടാന്നല്ല, 6 മാസം 6 മാസം 6 മാസം വെച്ചിട്ട് നീട്ടിക്കൊണ്ടു പോവാം. പക്ഷെ അവിടെ പുതിയൊരു കാര്യം കൂടെ കൊണ്ടുവന്നു. എന്താണ്? 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞു ഈ 3 വർഷമാണ് കാലഘട്ടമെങ്കിലും ആ 3 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ 1 വർഷം കഴിയുമ്പോൾ തന്നെ ചെക്ക് ചെയ്യണം ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് ഉണ്ടോ, ഇവിടെ ഇലക്ഷൻ നടത്താൻ പറ്റില്ല എന്ന്. ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണെങ്കിൽ ഇവിടെ കൂളായിട്ട് ഇലക്ഷൻ നടത്താമെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഇലക്ഷൻ നടത്തിയിരിക്കണം. അല്ലെങ്കിൽ അവിടെ നാഷണൽ എമർജൻസി ഉണ്ടായിരിക്കണം. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമേ 1 വർഷത്തേക്കാളും കൂടുതൽ അത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അത്രയാണ് നമുക്ക് നമ്മളുടെ പാർലമെന്ററി അപ്രൂവൽ ആൻഡ് ഡ്യൂറേഷനിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും കോൺസിക്വൻസസ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എമർജൻസി വന്നു, എന്തൊക്കെയായിരിക്കും അവിടെ വ്യത്യാസങ്ങൾ വരുത്താൻ പോണത്. നമ്മൾ സ്റ്റേറ്റ് എമർജൻസി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, അവിടെ പല വിധത്തിലുള്ള പവേഴ്സും നമ്മളുടെ പ്രസിഡന്റിന്റെ കയ്യിലോട്ട് വരും. പ്രസിഡന്റിന് കുറേ അധികം എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രസിഡൻസ് റൂൾ എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ പ്രസിഡന്റിന് കുറേ അധികം എക്സിക്യൂട്ടീവ് പവേഴ്സ് കിട്ടും. ഹി ക്യാൻ ടേക്ക് അപ്പ് ദ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദ ഗവർണർ ഓർ എനി അതർ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തെ പല വിധത്തിലുള്ള എക്സിക്യൂട്ടീവ് പവേഴ്സ്, നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെത് അതുപോലെ തന്നെ ഗവർണറിൻ്റെത്, ഇത്തരം എക്സിക്യൂട്ടീവ് പവേഴ്സ് ഒക്കെ നമ്മളെ പ്രസിഡന്റിന്റെ കയ്യിലേക്ക് ആവാഹിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇനി അധികാരം മൊത്തം ആരുടെ കയ്യിലാ? പ്രസിഡന്റിന്റെ കയ്യിലാ. ഇത് എക്സിക്യൂട്ടീവിന്റെ കാര്യത്തിലാണ് പറഞ്ഞത് അല്ലേ. ഇനി അത് കഴിയുമ്പോൾ ലെജിസ്ലേച്ചറിന്റെ കാര്യമാണ് വരുന്നത്. നമ്മളെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതായത് സംസ്ഥാനത്ത് നിയമം പാസ്സാക്കുന്ന നിയമസഭകളുടെ പല വിധത്തിലുള്ള പവേഴ്സ് നമ്മളെ പാർലമെന്റിലോട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റും. ഹി ക്യാൻ ഡിക്ലെയർ ദാറ്റ് ദ പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആർ ടു ബി എക്സസൈസ്ഡ് ബൈ ദ പാർലമെന്റ്. അപ്പോൾ ഇവിടെ എക്സിക്യൂട്ടീവ് പവേഴ്സ് നമ്മളുടെ പ്രസിഡന്റിലോട്ട് ആവാഹിച്ചു. പിന്നെ അവിടുത്തെ ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അതായത് നിയമനിർമ്മാണ പവേഴ്സ് നമ്മളുടെ പാർലമെന്റിലോട്ട് എക്സസൈസ് ചെയ്യാനായിട്ട്, അത് നിർവഹിക്കാനായിട്ട് കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞാലോ ഇവിടുത്തെ വിവിധ തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രൊവിഷൻസും കാര്യങ്ങളും നമ്മളെ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ ഇപ്പൊ സംസ്ഥാനത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഉണ്ട്, നമ്മളെ കേന്ദ്രത്തിന് മുന്നിൽ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കണ, ഒരു നിയന്ത്രണമായിട്ട് നിൽക്കണ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൊക്കോ സസ്പെൻഡ് ചെയ്യാൻ നമ്മളുടെ പ്രസിഡന്റിന് കഴിയും. അതായത് സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തേക്ക് വേണ്ടെന്ന് വെക്കാൻ. അപ്പൊ ആ ഒരു സമയത്തേക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഭരണഘടന നൽകുന്ന വിവിധ തരത്തിലുള്ള സംരക്ഷണങ്ങളൊക്കെ ആ സമയത്തേക്ക് ആ ഒരു സ്റ്റേറ്റിന്റെ കാര്യത്തിൽ നഷ്ടപ്പെടും. അത് എന്തൊക്കെയാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് നമ്മളുടെ പ്രസിഡന്റിന് തീരുമാനിക്കാം. ഹി ക്യാൻ ടേക്ക് ഓൾ അതർ നെസസറി സ്റ്റെപ്സ് ഇൻക്ലൂഡിംഗ് ദ സസ്പെൻഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു എനി ബോഡി ഓർ അതോറിറ്റി ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെന്റിനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ SC/ST കമ്മീഷനോ അങ്ങനെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അതോറിറ്റീസിനുള്ള പവേഴ്സ് ഒക്കെ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ
കേന്ദ്രത്തിന്റെ കയ്യിലോട്ട് പ്രസിഡന്റിന് എല്ലാം എത്തിച്ചു കൊടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ കണ്ടു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പവേഴ്സ്, അത് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഗവർണറുടേതായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന്റെ ആയിക്കോട്ടെ, എല്ലാം നമ്മളെ പ്രസിഡന്റിലോട്ട് ആവാഹിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞത്, ഇവിടുത്തെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് നമ്മളെ പാർലമെന്റിനെ എക്സസൈസ് ചെയ്യാനായിട്ട്, നിർവഹിക്കാനായിട്ട് നൽകാൻ പറ്റും. പിന്നെ ഏതറ്റം വരെയും പോവാം, ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് സസ്പെൻഡ് ചെയ്യാൻ വരെ നമ്മളെ പ്രസിഡന്റിന് പറ്റും. ഇത്രയും എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ആണ് നമ്മളെ പ്രസിഡന്റിന് ഈ ഒരു എമർജൻസിയുടെ സമയത്ത് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രസിഡൻസ് റൂൾ എന്ന് വിളിക്കുന്നതും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത്, ഇവിടെ നമ്മളുടെ സ്റ്റേറ്റ് മിനിസ്ട്രീനെ ഡിസ്മിസ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് മിനിസ്ട്രി അവിടെ നമ്മളുടെ കേന്ദ്രത്തിന്റെ ഗവൺമെന്റ് ആണ് വരുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റേറ്റ് മിനിസ്ട്രീനെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞ് അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് അവിടെ നിയമം പാസ്സാക്കണ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ ഡിസോൾവ് ചെയ്യാൻ, പിരിച്ചുവിടാനും പറ്റും. കാരണം എന്താ, ലെജിസ്ലേച്ചറിന്റെ വർക്കിന് തൊട്ട് ആരാ ചെയ്യാൻ പോണേ, പാർലമെന്റ് ആണ്. അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഇവിടുത്തെ സ്റ്റേറ്റ് മിനിസ്ട്രീനെ കളയണത് എന്തുകൊണ്ടാ, എല്ലാ വിധത്തിലുള്ള എക്സിക്യൂട്ടീവ് പവേഴ്സും നമ്മളുടെ പ്രസിഡന്റിന്റെ കയ്യിലോട്ട് പോയി. ഇനി നമുക്ക് മിനിസ്റ്റേഴ്സിന്റെ ആവശ്യമുണ്ടോ, മിനിസ്റ്റേഴ്സിന്റെ ആവശ്യമില്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രസിഡന്റ് ഗവർണറോട് പറയും ഇവിടുത്തെ ഭരണം നടത്തിക്കോളൂ. കാരണം പ്രസിഡന്റിന് നേരിട്ട് എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യാനൊന്നും പറ്റില്ലായിരിക്കും. അപ്പോൾ ഗവർണറോട് പറയും ഇവിടുത്തെ ഭരണ നിർവഹണമൊക്കെ നോക്കിക്കോളോ. ഇവിടെ നമ്മളെ ചീഫ് സെക്രട്ടറി, ബ്യൂറോക്രസിയുടെ ഹെഡായിട്ടുള്ള ചീഫ് സെക്രട്ടറി, പിന്നെ നമ്മളെ പ്രസിഡന്റ് കൊടുക്കുന്ന ചില അഡ്വൈസേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഗവർണർ പ്രസിഡന്റിന്റെ അവര് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കും. അല്ലാതെ ഇവിടെ ഒരു നിയമസഭയോ അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. ഈ ഒരു പ്രസിഡന്റ് റൂളിന്റെ സമയത്ത് സംസ്ഥാന ഗവൺമെന്റിനോ സംസ്ഥാന നിയമസഭയ്ക്കോ ഒരു വിധത്തിലുള്ള അധികാരവും ഉണ്ടായിരിക്കുന്നതല്ല. കാരണം അധികാരങ്ങളുടെ കയ്യില, പ്രസിഡന്റിന്റെ കയ്യില. പ്രസിഡന്റ് റൂൾ ആണ് ഇതിനെ നമ്മൾ അതുകൊണ്ട് തന്നെ പറയണത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം മറ്റെന്ത് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം നമ്മളുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ ഇവിടെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു, അഥവാ ഡിസോൾവ് ചെയ്ത് കളഞ്ഞു, പിരിച്ചു വിട്ടു കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു നിയമസഭ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നിയമങ്ങൾ പാസ്സാക്കണം. ഇങ്ങനെ നിയമസഭ പോയാലും നിയമങ്ങൾ പാസ്സാക്കിയല്ലേ പറ്റൂ. അപ്പോൾ നിയമങ്ങൾ പാസ്സാക്കാനായിട്ട് ചില പ്രൊവിഷൻസ് ഉണ്ട്. നമ്മളുടെ പാർലമെന്റിന് വേണമെങ്കിൽ ഈ ഒരു പവർ, നിയമങ്ങൾ പാസ്സാക്കാനുള്ള പവർ വേണമെങ്കിൽ നമ്മളെ പ്രസിഡന്റിന് തന്നെ നൽകാം. പ്രസിഡന്റ് തന്നെ ചെയ്തോ, ഞങ്ങൾക്ക് ഈ ലെജിസ്ലേറ്റീവ് പവർ ഒന്നും വേണ്ട, പ്രസിഡന്റ് തന്നെ എന്താ നിയമം കൊണ്ടുവരണമെന്ന് വെച്ചാൽ അത് തീരുമാനിച്ച് ആ ഒരു ഇഷ്ടമുള്ള നിയമം അവിടെ കൊണ്ടുവന്നോളൂ എന്ന് പറയാൻ നമ്മളെ പാർലമെന്റിന് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ പ്രസിഡന്റിന് പവർ കിട്ടി, പ്രസിഡന്റിന് തന്നെ ആ ഒരു പവർ കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു അതോറിറ്റിക്കും ആ ഒരു പവർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ പാർലമെന്റ് ഇങ്ങനെ ഒരു അതോറിറ്റി നിങ്ങൾ പിടിച്ചോ പവർ എന്ന് പറയുകയാണെങ്കിൽ അവർക്കും കൊടുക്കാൻ പറ്റും. അങ്ങനെ പവർ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പൊ പാർലമെന്റിന്റെ കയ്യിലാണ് ഇപ്പോൾ നിയമനിർമ്മാണത്തിനുള്ള പവർ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കയ്യിലാണെന്നിരിക്കട്ടെ. അപ്പോൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അവർക്ക് വീണ്ടും വീണ്ടും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാം. ആ പുതിയ നിയമങ്ങൾ വഴി നമ്മളെ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഓഫീസേഴ്സിന് കൂടുതൽ പവർ കൊടുക്കാം. ഇപ്പോൾ എനിക്കാണ് ആ ഒരു നിയമം നിർമ്മിക്കാനുള്ള പവർ കിട്ടിയത്, അപ്പം ഞാൻ നിയമം പാസ്സാക്കാണ്, ഈ ഗ്രൂപ്പിലത്തെ ഇന്ന ആൾക്ക് ഇവിടെ അധികാരം കൊടുക്കാൻ പറ്റട്ടെ എന്നൊരു നിയമം കൂടി എനിക്ക് പാസ്സാക്കാം. അപ്പോൾ ഒരധികാരം നമുക്ക് കിട്ടണു, ആ അധികാരം വെച്ചിട്ട് പുതിയ പുതിയ നിയമങ്ങൾ പാസ്സാക്കി നമ്മൾ പുതിയ പുതിയ അധികാരങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനും നമ്മളുടെ ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ പ്രസിഡന്റിന് ഈ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ, അതായത് ഇവിടുത്തെ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇവിടെ എത്ര കാശ് ചെലവാക്കണം, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അതായത് സ്റ്റേറ്റിന് ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ നിന്നാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ എക്സ്പെൻഡിച്ചർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നമ്മളെ പ്രസിഡന്റിന് തീരുമാനിക്കാൻ പറ്റും. എപ്പോഴാ, ലോക്സഭ ഈസ് നോട്ട് ഇൻ സെഷൻ, അതായത് ലോക്സഭ കൂടാത്ത സമയത്ത് നമ്മളെ പ്രസിഡന്റിന് തീരുമാനിക്കാം ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത്. കാരണം ലോക്സഭ അവിടെ കൂടാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു ലെജിസ്ലേറ്റീവ് മെക്കാനിസം വേറെ ഒന്നുമില്ല. അപ്പോൾ പ്രസിഡന്റിന് തീരുമാനിക്കാം. അതുപോലെ തന്നെ പ്രസിഡന്റിന് ഓർഡിനൻസസും പ്രഖ്യാപിക്കാൻ പറ്റും. ഓർഡിനൻസസ് പ്രഖ്യാപിക്കേണ്ട എപ്പോഴാ, ലോക്സഭ നിലവിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അവർ കൂടാത്ത സമയത്ത്, ആ ഒരു സമയത്ത് ഓർഡിനൻസസ് പ്രഖ്യാപിക്കാൻ പറ്റും. ഈ ഓർഡിനൻസ് എന്ന് പറയുന്നത് നിയമം പോലെ തന്നെയാണ്, പക്ഷെ നമ്മളുടെ ലെജിസ്ലേറ്റീവ് ബോഡീസ്, അതായത് നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമങ്ങളല്ല. ആ നിയമനിർമ്മാണ സഭകളിൽ ഇപ്പോൾ രാജ്യസഭയും ലോക്സഭയും ഉള്ളപ്പോൾ ലോക്സഭ ഇപ്പോൾ പിരിച്ചുവിട്ടേക്കാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കൂടാറില്ല, കുറച്ച് നാളത്തേക്ക് അവർ അവധി എടുത്തേക്കാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു നിയമം ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു. ഇപ്പൊ കൊറോണയാണെന്ന് വിചാരിക്കും, കൊറോണ സമയത്ത് എന്നാൽ ശരി ലോക്സഭ കൂടിയിട്ട് അവര് നിയമം പാസ്സാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും കുറെ ആൾക്കാർ മരിച്ചു പോകും അല്ലേ. അപ്പോൾ അങ്ങനത്തെ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൊണ്ടുവരുന്നതാണ് ഈ ഓർഡിനൻസസ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ലോക്സഭ കൂടാത്ത സമയത്ത് പ്രസിഡന്റിന് ഈ സംസ്ഥാനങ്ങൾക്കായിട്ട് നിയമങ്ങൾ പോലെ തന്നെയുള്ള ഓർഡിനൻസസും കൊണ്ടുവരാൻ പറ്റും. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഇവിടെ ഇതുവഴി കൊണ്ടുവരുന്ന നിയമങ്ങളൊക്കെ ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ പ്രസിഡന്റ് റൂളിന്റെ സമയത്ത് കൊണ്ടുവരുന്ന നിയമങ്ങൾ, അത് പ്രസിഡന്റ് റൂൾ കഴിഞ്ഞാലും അതേപടി നിൽക്കും. നമ്മുടെ നാഷണൽ എമർജൻസിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നാഷണൽ എമർജൻസി കഴിയുമ്പോൾ ഒരു കുറച്ച് നാളത്തേക്കും കൂടി ഉണ്ടാവുള്ളൂ ആ ഒരു നിയമം. അത് കഴിയുമ്പോൾ ആ നിയമം താനെ ക്യാൻസലായി പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പ്രസിഡന്റ് റൂൾ കഴിഞ്ഞാലും ആ നിയമം അതുപോലെ തന്നെ നിൽക്കും. ആ നിയമം ഇല്ലാണ്ടാവണമെങ്കിൽ നമ്മളുടെ പുതിയതായിട്ട് വരുന്ന സംസ്ഥാന നിയമസഭ അത് റിപ്പീൽ ചെയ്യണം, അതായത് പിൻവലിക്കണം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ കണ്ടു ലെജിസ്ലേറ്റീവിന്റെ പവേഴ്സ് അഥവാ ലെജിസ്ലേച്ചറിന്റെ പവേഴ്സ് നമ്മളുടെ പ്രസിഡന്റ് പാർലമെന്റിന് നിർവഹിക്കാനായിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പാർലമെന്റ് ഇത് പ്രസിഡന്റിന് തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഒക്കെ നമ്മളെ പ്രസിഡന്റ് എടുക്കുമെന്നൊക്കെ കണ്ടു. പക്ഷെ ഒരു പില്ലറും കൂടി ഉണ്ട് നമുക്ക്, അല്ലേ, ജുഡീഷ്യറി. സ്റ്റേറ്റിലെ ജുഡീഷ്യറിന്റെ പവേഴ്സ് പക്ഷെ നമ്മളുടെ പ്രസിഡന്റിന് എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ഹിയർ ദാറ്റ് ദി പ്രസിഡന്റ് കനോട്ട് അസ്യൂം ടു ഹിംസെൽഫ് ദ പവേഴ്സ് വെസ്റ്റഡ് ഇൻ ദ കൺസേൺ സ്റ്റേറ്റ് ഹൈക്കോർട്ട് ഓർ സസ്പെൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റിംഗ് ടു ഇറ്റ്. അപ്പോൾ സംസ്ഥാന ഹൈക്കോടതികളുടേതായിട്ടുള്ള പവേഴ്സ് ഒക്കെ അതുപോലെ അവിടെ തന്നെ നിൽക്കും. അവിടെ ഒന്നും കയറി പ്രസിഡന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ വ്യത്യാസം വരുന്നത് എക്സിക്യൂട്ടീവിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറിന്റെ കാര്യത്തിലാണ്. സ്റ്റേറ്റ് ഹൈക്കോർട്ട്സ് അവിടെ തന്നെ ഉണ്ടാവും, അവിടെ ഒരു പണിക്കും പോകേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ കണ്ടത് എന്തായിരുന്നു? ആദ്യം നമ്മൾ കണ്ടത് പവേഴ്സ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടു പാർലമെന്റിന് പ്രസിഡന്റിനോട് പറയാം, പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റിനോട് നിങ്ങൾ നിയമം പാസ്സാക്കിയോ എന്ന് പറയാൻ പറ്റും. ഇനി നിയമം പാസ്സാക്കാൻ കിട്ടിയ അധികാരം വെച്ചിട്ട് തന്നെ നമുക്ക് കൂടുതൽ പേർക്ക് അധികാരം കൊടുത്തോണ്ടിരിക്കാൻ പറ്റും. കാരണം ഞാനാണ് ഇനി നിയമം പാസ്സാക്കണേ, അപ്പം ഞാൻ പറയാണ് ഈ ഗ്രൂപ്പിലുള്ള ഇന്ന ആൾക്ക് ഇങ്ങനെ ആൾക്കാരെ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള അധികാരം കൂടെ എനിക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ലോക്സഭ കൂടാത്ത സമയത്ത്, ലോക്സഭ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കൂടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ പ്രസിഡന്റിന് ആ സംസ്ഥാനത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് കാശ് ചെലവാക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും, അതുപോലെ തന്നെ അതിൻ്റെ വരവ് ചെലവ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാൻ പറ്റും. പിന്നെ പ്രസിഡന്റിന് ഈ നിയമം പോലെയുള്ള ഓർഡിനൻസസ് കൊണ്ടുവരാൻ പറ്റും. ലോക്സഭ ആ ഒരു സമയത്ത് കൂടുന്നില്ല, ആ ഒരു സമയത്തേക്കായിട്ട് ഓർഡിനൻസ് കൊണ്ടുവരാൻ പറ്റും. ഓർഡിനൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഇന്ത്യൻ പോളിറ്റിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ നിയമം പോലെ തന്നെയാണ്, പക്ഷേ നമ്മളുടെ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കിയ നിയമങ്ങളല്ല. അത് നമ്മളുടെ കേന്ദ്രത്തിന്റെ ലെവലിൽ വരുമ്പോൾ പ്രസിഡന്റ് ആണ് കൊണ്ടുവരിക, സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ ഗവർണറാണ് കൊണ്ടുവരിക. അവിടെ നമ്മളുടെ നിയമസഭകളിലോ പാർലമെന്റിലോ അത് പാസ്സാക്കിയിട്ടില്ല. ഓർഡിനൻസ് കൊണ്ടുവന്നതിന് ശേഷം പിന്നീടാണ് അത് നമ്മളുടെ ചർച്ചയ്ക്ക് വെച്ചിട്ട് അത് വേണോ വേണ്ടയോ, നിയമമാക്കി മാറ്റണോ. ശരിക്കും നിയമമല്ല, അതൊരു ടെമ്പററി ലോ പോലെയാണ്, താൽക്കാലിക നിയമങ്ങൾ. ഇപ്പം നമ്മൾ താൽക്കാലികമായിട്ടൊരു അധ്യാപികയോ അല്ലെങ്കിൽ അധ്യാപകനെയോ വെക്കില്ലേ, അതുപോലെ തന്നെ താൽക്കാലികമായിട്ടൊരു നിയമം, താൽക്കാലിക നിയമം കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഓർഡിനൻസസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടു ഇവിടെ ഈ ഒരു നിയമം കൊണ്ടുവരുന്നതൊക്കെ പ്രസിഡന്റ് റൂൾ കഴിഞ്ഞാലും അതേപടി നിൽക്കും. അത് നമ്മളുടെ സംസ്ഥാന നിയമസഭകൾക്ക് വേണമെങ്കിൽ മാറ്റാം, പിൻവലിക്കാം. പിന്നെ ഇത്രയൊക്കെ ഉണ്ടായാലും ലെജിസ്ലേച്ചറിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന്റെ കാര്യത്തിലാണെങ്കിലും എന്തൊക്കെ മാറ്റം വന്നാലും ഹൈക്കോടതി അവിടെ അതേപോലെ തന്നെ ഉണ്ടാവും. അവിടെ ഒരു വിധത്തിലുള്ള ഇടപെടലും നമ്മളുടെ പ്രസിഡന്റിന് ചെയ്യാൻ പറ്റില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ 356 യൂസേജ് ആണ്. എങ്ങനെയാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുവരെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടു ആർട്ടിക്കിൾ 356 പ്രകാരവും ആർട്ടിക്കിൾ 365 പ്രകാരം ഇവിടെ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവരാം. പക്ഷെ കൂടുതലും കൊണ്ടുവരുന്നത് ആർട്ടിക്കിൾ 356 പ്രകാരം തന്നെയാണ്. ഇവിടെ ആർട്ടിക്കിൾ 356 പ്രകാരം നമ്മൾ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനെ പ്രസിഡന്റ് റൂൾ എന്ന് വിളിക്കും, അതുപോലെ തന്നെ സ്റ്റേറ്റ് എമർജൻസി എന്ന് വിളിക്കും, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്ന് വിളിക്കുന്നൊക്കെ. നമ്മൾ മുൻപ് നമ്മളുടെ സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പ്രസിഡൻസ് റൂൾ എന്നാണ് പറഞ്ഞത്, അല്ല? കാരണം എന്താ, ഇങ്ങനെ ഒരു എമർജൻസി ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മളെ പ്രസിഡന്റിന് കുറേ അധികം എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് കിട്ടുന്നത് കൊണ്ട് പ്രസിഡന്റിന് അത്രയധികം അധികാരങ്ങൾ ലഭിക്കുന്നത് കൊണ്ട്, പ്രസിഡന്റ് ആണല്ലോ അവിടെ ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രസിഡൻസ് റൂൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു അടിയന്തരാവസ്ഥയാണ്, അപ്പോൾ അതിനെ സ്റ്റേറ്റ് എമർജൻസി എന്ന് വിളിക്കുന്നു. പിന്നെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ഭരണം നടത്താൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 355 പറയുന്നുണ്ട്, കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളിലെ ഭരണനിർവഹണം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടല്ലേ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ളൊരു
ഡ്യൂട്ടി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആ ഡ്യൂട്ടി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി എന്നും വിളിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മളുടെ ഭരണഘടനയിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ് എമർജൻസീനെ സ്റ്റേറ്റ് എമർജൻസി എന്ന് വിളിക്കുന്നേ ഇല്ല. അതിനൊരു എമർജൻസി ആയിട്ട് ടേം ചെയ്യുന്നേ ഇല്ല നമ്മളുടെ ഭരണഘടനയുടെ ഉള്ളിൽ. ഇവിടെ ഈ ഒരു നമ്മളുടെ സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പം നമ്മൾ 75 വർഷമൊക്കെ കടന്നിട്ടേ ഉള്ളൂ. പക്ഷെ ആ ഒരു സമയം കൊണ്ട് തന്നെ 100ൽ പരം വട്ടം ഈ ഒരു സ്റ്റേറ്റ് എമർജൻസി ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം കോൺട്രിവേഴ്ഷ്യലും അതുപോലെ തന്നെ ക്രിട്ടിസൈസ്ഡുമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്റ്റേറ്റ് എമർജൻസി എന്നുള്ളത്. വളരെയധികം പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളുടെ ഇവിടുത്തെ കേരളത്തിലെ തന്നെ ആദ്യത്തെ മന്ത്രിസഭയായിട്ടുള്ള EMS മന്ത്രിസഭ വരെ ഇവിടെ സ്റ്റേറ്റ് എമർജൻസി പ്രസിഡന്റ് റൂള് ആ ഒരു സമയത്ത് വരെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആദ്യമായിട്ട് പക്ഷേ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവന്നത് പഞ്ചാബിൻ്റെ കാര്യത്തിലാണ്. ഫസ്റ്റ് ടൈം 1951 പഞ്ചാബിലാണ് സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവന്നത്. പിന്നെ പലവിധ സംസ്ഥാനങ്ങളിലും ഈ ഒരു സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവന്നു. കുറേ അധികം പ്രശ്നങ്ങളായിട്ട് മാറി. ഇവിടെ പല സംസ്ഥാനങ്ങളിലും 2 വട്ടമൊക്കെ സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈവൻ നമ്മളുടെ അടിയന്തരാവസ്ഥ നടന്നില്ലേ, നമ്മളുടെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന സമയത്ത് അതിനുശേഷം ജനതാ പാർട്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരുന്നു. അപ്പോൾ ജനതാ പാർട്ടി ഗവൺമെന്റ് ആയിരുന്നു ഓപ്പോസിഷനിൽ ഉണ്ടായിരുന്ന. അവര് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റു. ഇന്ദിരാഗാന്ധി അവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതിന്റെ പേരിൽ ജനങ്ങളാൽ വെറുക്കപ്പെട്ടു. അങ്ങനെ ജനതാ പാർട്ടി ഗവൺമെന്റ് ഒപ്പോസിഷനിൽ നിന്ന് ഭരണത്തിലേക്ക് വന്നപ്പോൾ ജനതാ പാർട്ടി ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അങ്ങോട്ട് പിരിച്ചുവിട്ടു. ഞങ്ങളെ ഇത്രയും നാളെ നിങ്ങൾ പീഡിപ്പിച്ചല്ലേ, നിങ്ങൾ ചെയ്തത് ഞങ്ങളും തിരിച്ച് ചെയ്യാൻ പോവാന്നും പറഞ്ഞിട്ട് തിരിച്ച് 8 സംസ്ഥാനങ്ങളിലേറ്റവും കോൺഗ്രസിന്റെ 8 അല്ല 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ 9 സംസ്ഥാനങ്ങളിലും പ്രസിഡൻസ് റൂൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ കേന്ദ്രത്തിലിരിക്കുന്ന പാർട്ടിക്ക് തന്നിഷ്ടപ്രകാരം ഉപയോഗിക്കാനായിട്ടുള്ളൊരു ആയുധമായിട്ടാണ് ശരിക്കും ആ ഒരു സമയത്തൊക്കെ ഈ ഒരു സ്റ്റേറ്റ് എമർജൻസി അഥവാ പ്രസിഡൻസ് റൂൾ നിലനിന്നിരുന്നത്. പക്ഷേ നമ്മളെ സുപ്രീം കോടതി ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടു. ബൊമ്മൈ കേസിൽ 1994 നമ്മളെ സുപ്രീം കോടതി ഇടപെട്ടത്. ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ കുറേ അധികം സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവിടെയൊക്കെ രാമജന്മഭൂമി ആ ഒരു അയോധ്യ പ്രശ്നമൊക്കെ ആയിട്ട് വളരെയധികം പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ സെക്യുലറിസത്തിനെ ബാധിക്കണോ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് അവിടുത്തെ ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടു. പക്ഷേ കർണാടകത്തിലത്തെ ഗവൺമെന്റും ഇതേ സമയം തന്നെ നമ്മളെ കോൺഗ്രസ് പിരിച്ചുവിട്ടു. അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് ഈ ഒരു സമയത്ത് തന്നെ പിരിച്ചുവിട്ടു. അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടു. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഈ രാമജന്മഭൂമിയുടെ പേരിൽ സെക്യുലറിസത്തിനെ മതനിരപേക്ഷതയെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടതിൽ പ്രശ്നമൊന്നുമില്ല. അത് ഓക്കെയാണ്. നമ്മളെ രാജ്യം മതനിരപേക്ഷമായിട്ടുള്ളൊരു രാജ്യമാണ്. അത് കാത്തു സൂക്ഷിക്കാനായിട്ട് ഇവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് മുറുകെ പിടിക്കണം. നമ്മളെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനങ്ങളിൽ മുറുകെ പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാ? നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ അത് നിർവഹിച്ചതായിട്ട് കൂട്ടാം. പക്ഷെ കർണാടകത്തിൽ നിങ്ങൾ ചെയ്തത് ശരിയല്ല. അവിടെ ഒരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വെറുതെ അവിടുത്തെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടതാണ്. മര്യാദയ്ക്ക് അവരെ തിരിച്ചു കയറ്റിക്കോ എന്ന് പറഞ്ഞതാണ് SR ബൊമ്മൈ കേസിൽ ഉണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ അധികം ഇടപെടലുകൾ നമ്മുടെ സുപ്രീം കോടതി നടത്തി. കുറേ കാര്യങ്ങൾ ഈ ഒരു സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ചില സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതിനെ ഓക്കെ ആണെന്ന് പറയുകയും ചെയ്തു. സെക്യുലറിസത്തിന് വേണ്ടിയാണ്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് നിങ്ങളവിടെ ഈ ഒരു സ്റ്റേറ്റ് എമർജൻസി കൊണ്ടുവന്നതെങ്കിൽ ഓക്കെ ആണെന്ന് പറയാനും നമ്മളുടെ സുപ്രീം കോടതി ഒരു ആർജവം കാണിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബൊമ്മൈ കേസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ എന്താണ് സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പറഞ്ഞതെന്നുള്ളതാണ്. അദ്ദേഹം ശരിക്കും വിചാരിച്ചത് ഇത് വളരെയധികം എമർജൻസി ആയിട്ടുള്ള ടൈമുകളിൽ വളരെയധികം പ്രശ്നമുള്ള, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ ഇത് പ്രയോഗിച്ചേ പറ്റൂ എന്നുള്ള സമയങ്ങളിൽ മാത്രം നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് ഇത് യൂസ് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇവിടെ കുറേ അധികം പ്രശ്നങ്ങളായിരുന്നു അല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം,
നമ്മളുടെ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളൊന്നും ഇന്ത്യയിൽ ചേരാൻ കൂട്ടാക്കണില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഈ സിറ്റുവേഷൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എമർജൻസി പ്രൊവിഷൻസ് ഹെൽപ്പ് ചെയ്യുമെന്നാണ് നമ്മളുടെ BR അംബേദ്കർ വിചാരിച്ചിരുന്നത്. അദ്ദേഹം വിചാരിച്ചിരുന്നത് ഇതൊരു ഡെഡ് ലെറ്റർ ആയിട്ട് മാറുന്നതാണ്. പക്ഷെ എന്തായി മാറി? അതൊരു ഡെഡ്ലി വെപ്പണായിട്ട് മാറി. കാരണം എല്ലാവരും ഇതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി, ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ അത്രയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് 356 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് കൊണ്ടുവന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. ഇത് മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആൻഡ് മോസ്റ്റ് ക്രിട്ടിസൈസ്ഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളുടെ ഭരണഘടനയിലത്തെ. പിന്നെ നമ്മളുടെ ഭരണഘടനയിൽ ഇതിനെ ഒരു എമർജൻസി ആയിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് ഏതാണ്? ബൊമ്മൈ കേസാണ്. ബൊമ്മൈ കേസിലാണ് ഇടപെട്ടിട്ട് പറഞ്ഞത് ഇവിടെ ആവശ്യത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. സെക്യുലറിസം കാത്തു സൂക്ഷിക്കാനൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോ, അല്ലാണ്ട് വെറുതെ ആ കർണാടകയിൽ ചെയ്തതൊക്കെ പോലെ വെറുതെ നിങ്ങൾ ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മളെ സുപ്രീം കോടതി എടുത്ത് പറഞ്ഞു. പിന്നെ BR അംബേദ്കർ ഇത് സത്യത്തിൽ ഒരു ഡെഡ് ലെറ്റർ ആയിട്ട് വല്ലപ്പോഴും അത്രയും അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു പവറായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു ഡെഡ്ലി വെപ്പൺ ആയിട്ട് മാറി. ഇനി നമുക്ക് സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ നോക്കാം. സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂയിലോട്ട് നമ്മൾ വരുമ്പോൾ 38ാമത്തെ അമെൻമെൻറ്റിൽ 38ാമത്തെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ പവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് 38ാമത്തെ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞു എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ എമർജൻസി പ്രഖ്യാപിക്കും, നിങ്ങൾ ചോദിക്കാൻ വരരുത്. അതായത് സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും എന്നാണ് 38ാമത്തെ അമെൻമെൻറ്റിൽ പറഞ്ഞത്. അത് അവർ ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു. പക്ഷേ 44ാമത്തെ അമെൻമെൻറ്റിൽ ഞാൻ പറഞ്ഞു എമർജൻസിയുടെ പവേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 44ാമത്തെ അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊന്നും പറ്റില്ല, ഇത് ജുഡീഷ്യൽ റിവ്യൂവിന് പോകണം. ജുഡീഷ്യൽ റിവ്യൂ ഇവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പാലിച്ചിട്ടല്ലേ ഇങ്ങനൊരു എമർജൻസി കൊണ്ടുവന്നതെന്ന് ഉറപ്പാക്കണം. നമ്മുടെ ജുഡീഷ്യറി ഉറപ്പ് വരുത്തണം, അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു റിവ്യൂ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? കാരണം അവർക്ക് മനസ്സിലായി അടിയന്തരാവസ്ഥയുടെ തിക്തഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലായ പോലെ ഒരാൾക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം അവരും മനസ്സിലാക്കി ഇതിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് നല്ലതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ നല്ലതിനായിട്ട്. പക്ഷെ നാളെ ഇത് നമുക്കെതിരെ തന്നെ ഉപയോഗിച്ചെന്നും വരാം. അതുകൊണ്ട് തന്നെ 44ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി ഇങ്ങനെ സുപ്രീം കോടതി അഥവാ ജുഡീഷ്യറി ഇതിൽ ഇടപെടാൻ പാടില്ല, എമർജൻസി ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്നുള്ള ആ ഒരു കാര്യത്തിന് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഒരു എമർജൻസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജുഡീഷ്യറിക്ക് അതിൽ ഇടപെടാൻ പറ്റും, അത് ചെക്ക് ചെയ്യാൻ പറ്റും, ഇത് പ്രോപ്പറായിട്ടല്ലേ കൊണ്ടുവന്നതെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? 44ാമത്തെ ഭരണഘടനാ ഭേദഗതി കാരണം. നമുക്ക് നോക്കാം. ഈ ഒരു SR ബൊമ്മൈ കേസ് 1994 ആ ഒരു കേസിന് ശേഷം പല വിധത്തിലുള്ള കാര്യങ്ങളും പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ പ്രസിഡൻസ് റൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. അതാണ് ആദ്യം തന്നെ ബൊമ്മൈ കേസിൽ പറഞ്ഞത്. അതിനുശേഷം ഇവിടെ ഒരു പ്രസിഡൻസ് റൂൾ കൊണ്ടുവരാണെങ്കിൽ അത് പ്രസിഡന്റിന്റെ സാറ്റിസ്ഫാക്ഷനോട് കൂടി ആയിരിക്കണം. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വെറുതെ എനിക്ക് ഇഷ്ടമായി നിങ്ങളിവിടെ എമർജൻസി കൊണ്ടുവന്നോ എന്നുള്ളതല്ല. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരേണ്ടത് റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കണം അവിടെ ഒരു എമർജൻസി കൊണ്ടുവരേണ്ടത്. അതായത് അതിനും മാത്രം കാര്യകാരണങ്ങൾ കാണിക്കാനുണ്ടാവണം. ഇന്ന കാരണം കൊണ്ടാണ് അവർ ഇന്ന കാര്യം പാലിക്കണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം അവിടെ ഒരു എമർജൻസി കൊണ്ടുവരാനായിട്ട്. ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ റിലവൻറ്റ് മെറ്റീരിയൽ. അല്ലാണ്ട് വെറുതെ തൃപ്തിപ്പെടല്ല. ദ ആക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് ക്യാൻ ബി സ്ട്രക്ക് ഡൗൺ ബൈ ദ കോർട്ട് ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇറലവൻറ്റ് ഓർ എക്സ്ട്രാനുവസ് ഗ്രൗണ്ട്സ് ഓർ ഇഫ് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി മാലിഫൈഡ് ഓർ പെർവേഴ്സ്. അപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്, വെറുതെ എന്താ പറയുക, ചമച്ചു കൂട്ടിയിട്ടുള്ള ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഒരു പ്രസിഡൻഷ്യൽ റൂൾ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ, അത് തള്ളിക്കളയാൻ നമ്മളെ സുപ്രീം കോടതിക്ക് പറ്റും. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു എമർജൻസി കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ കാരണം തെളിയിക്കേണ്ടത് നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്രം വേണം പറയാനായിട്ട്, തെളിയിക്കാനായിട്ട്. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ആ കാരണം കാണിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് ബൊമ്മൈ കേസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞു. പിന്നെ റെലവൻസി മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, റെലവൻ്റ് ആണോന്ന് മാത്രമേ നോക്കുള്ളൂ. ഈ ഒരു പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് ഇവിടെ ഒരു അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ പറ്റുന്ന ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമേ നമ്മളെ സുപ്രീം കോടതി ചെക്ക് ചെയ്യുള്ളൂ. അല്ലാതെ അതിലോട്ട് അരിച്ചു പറക്കി ചെന്ന് ക്രോസ് വിസ്താരം നടത്താനൊന്നും നമ്മളെ സുപ്രീം കോടതി നിൽക്കില്ല. അപ്പോൾ റെലവൻസി ആണ് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് ഇപ്പോൾ
ഇവിടെ ഒരു എമർജൻസി കൊണ്ടുവന്നത് വെറുതെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനെയും സ്റ്റേറ്റ് അസംബ്ലിനെയും ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ബൊമ്മൈ കേസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇവിടെ സ്റ്റേറ്റ് അസംബ്ലിനെ ഡിസോൾവ് ചെയ്യാം, അതായത് പിരിച്ചുവിടാം, അതിനുള്ള അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ പിരിച്ചുവിടൽ എപ്പോഴാണെന്നറിയോ? പാർലമെന്റ് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ പിരിച്ചുവിടാൻ പാടുള്ളൂ. കാരണം നമ്മളുടെ പ്രസിഡൻഷ്യൽ റൂള് അവിടെ പ്രഖ്യാപിച്ചു, പക്ഷെ പാർലമെന്റ് അപ്രൂവ് ചെയ്തിട്ടില്ല. 2 മാസം ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ആ ഒരു 2 മാസത്തിന് മുന്നൊന്നും ഇവിടെ വെറുതെ നിയമസഭേനെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. അവിടെ നിന്ന് അപ്രൂവൽ കിട്ടി കഴിഞ്ഞിട്ടേ പിരിച്ചുവിടാൻ പാടുള്ളൂ. പിന്നെ നമ്മളുടെ സുപ്രീം കോടതി പറഞ്ഞു ആന്റി സെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടാലും നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ 356 അവിടെ ഉപയോഗിക്കാൻ പറ്റും. കാരണം നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മതനിരപേക്ഷമായിട്ടുള്ള രാജ്യമാണെന്ന്. പിന്നെ ഇൻ കേസ് ഇപ്പോൾ നമ്മളുടെ അവിടുത്തെ പാർട്ടിക്ക്, അവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് അവരുടെ ആ ഒരു ഭൂരിപക്ഷം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു എമർജൻസി കൊണ്ടുവരാൻ പോണെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം കാണിക്കാനുള്ള അവസരം നൽകണം. ആ ഒരു അവസരം അവർക്ക് നിയമസഭയുടെ ആ ഒരു ഫ്ലോറിൽ അവിടെ വെച്ച് നിയമസഭയിൽ ഒത്തുകൂടിയിട്ട് വോട്ട് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് തീരുമാനിക്കാനുള്ള അവസരം കൊടുക്കണം. അല്ലാതെ ഗവർണർ തീരുമാനിക്കുകയാണ്, ഇവർക്ക് അതിനുള്ള പവറൊന്നും ഇല്ല, ഇവർക്ക് ഭരിക്കാനുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല, ഇവരെ അനുകൂലിക്കുന്നവർ അത്രയും ആൾക്കാരൊന്നും ഇല്ല എന്ന് ഗവർണറിന്റെ ഒരു അസംഷൻ വെച്ചിട്ട് ഒരിക്കലും തീരുമാനം എടുക്കരുത്. അവർക്ക് അവരുടെ നിയമസഭയുടെ ഫ്ലോറിൽ വെച്ച് തന്നെ തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻ കേസ് ഇപ്പോൾ എൻ്റെ ഭരണത്തിലായിരുന്നു ഈ രാജ്യം ഇരിക്കുന്നുണ്ടായിരുന്നത്, അപ്പോൾ പെട്ടെന്ന് ഒരു എലക്ഷനിൽ എനിക്ക് ഭരണം നഷ്ടപ്പെട്ടു, എൻ്റെ എതിർ കക്ഷിക്ക് ഭരണം കിട്ടി. അപ്പോൾ എതിർ കക്ഷി ഭരണത്തിൽ വരുമ്പോൾ എൻ്റെ ടീമിൽ നിൽക്കണവരുടെ സംസ്ഥാനങ്ങളില്ലേ, ആ സംസ്ഥാനങ്ങളൊക്കെ കൂടി പിരിച്ചുവിടാനൊന്നും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ജനതാ പാർട്ടി ചെയ്ത പോലത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഒപ്പോസിഷൻ പാർട്ടീസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള പിരിച്ചുവിടലൊന്നും നടക്കില്ല. അങ്ങനെ വെറുതെ ഒരു വൈരാഗ്യം വെച്ചിട്ട് പിരിച്ചുവിട്ടാൽ സുപ്രീം കോടതി അവിടെ ഇടപെടും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇതൊരു എക്സെപ്ഷണൽ പവറാണ്, സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു എക്സെപ്ഷണൽ പവറാണെന്ന് സുപ്രീം കോടതി പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. സ്കോപ്പ് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുമ്പോൾ ആദ്യം 38ാമത്തെ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഇതിനെ നമ്മളുടെ എമർജൻസി പ്രൊവിഷനെ ഒരിക്കലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ അത് മാറ്റി എന്നിട്ട് പറഞ്ഞു ഇവിടെ ചോദ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ 1994 നമ്മളെ സുപ്രീം കോടതി ബൊമ്മൈ കേസിൽ ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു ആദ്യം ഇവിടെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടായിരിക്കും, ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എമർജൻസി എന്നുള്ളത് റെലവൻറ്റ് മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് അപ്പോൾ മാത്രമേ ഇവിടെ അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ പാടുള്ളൂ. പ്രസിഡന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, പ്രസിഡന്റിന് തൃപ്തിപ്പെടുക എന്ന് പറയുകയാണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവണം. അല്ലാതെ വെറുതെ ഇഷ്ടത്തിന് നിങ്ങൾ പൊക്കോ, നിങ്ങളെ ഞങ്ങൾ അടിച്ചിറക്കി വിടാണെന്നൊന്നും പറഞ്ഞിട്ട് ഇറക്കി വിടാനൊന്നും പറ്റില്ല. റെലവൻറ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മാത്രം. ഈ റെലവൻറ്റ് മെറ്റീരിയൽസ് ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഈ മെറ്റീരിയൽസിൻ്റെ റെലവൻസി മാത്രമേ നമ്മളെ സുപ്രീം കോടതി നോക്കുള്ളൂ. അല്ലാതെ ചകഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി തപ്പൊന്നുമില്ല. റെലവൻ്റ് ആണോ, ഈ ഒരു കാരണം കൊണ്ട് ഇവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്ന് മാത്രമേ നോക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കോടതിക്ക് ഇൻ കേസ് മനസ്സിലാവാണ് ഇത് റെലവൻ്റ് അല്ല, പ്രോപ്പറായിട്ടല്ല ഇവിടെ എമർജൻസി കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുകയാണെങ്കിൽ ഗവൺമെൻറ്റുകളെ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിയമസഭകളെ പിരിച്ചുവിടുകയാണെങ്കിൽ അത് പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രം. നമ്മളുടെ പ്രസിഡൻഷ്യൽ റൂള് പ്രസിഡന്റിന് പ്രഖ്യാപിക്കാം. പ്രസിഡന്റ് പ്രഖ്യാപിച്ച് 2 മാസത്തിനുള്ളിലെ അപ്രൂവൽ നേടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു അപ്രൂവൽ നേടുന്നത് വരെ സംസ്ഥാന നിയമസഭകളെ പിരിച്ചുവിടാൻ പറ്റില്ല. അപ്രൂവൽ നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിരിച്ചുവിടാൻ പറ്റുള്ളൂ. പിന്നെ ഏതെങ്കിലും കാരണവശാൽ മതനിരപേക്ഷതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും ഈ ഒരു എമർജൻസി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് എമർജൻസി കൊണ്ടുവരുന്നത്. അവിടുത്തെ ഗവൺമെന്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എമർജൻസി കൊണ്ടുവരുന്നതെങ്കിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിയമസഭയിൽ വോട്ട് ചെയ്ത് തീരുമാനിക്കാനുള്ള ഒരു അവസരം അവർക്ക് നൽകണം. അല്ലാതെ ഗവർണർ തീരുമാനിക്കുകയാണ് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഭൂരിപക്ഷം ഒന്നും ഇല്ല എന്ന് തീരുമാനിക്കാനൊന്നും പറ്റില്ല. പിന്നെ എന്താ വന്നത്, ഇവിടെ മിനിസ്ട്രീസിനെ പുതിയൊരു ഗവൺമെന്റ്, സെൻട്രലിൽ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പെട്ടെന്ന് സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടാനൊന്നും പറ്റില്ല. ഇതൊരു എക്സെപ്ഷണൽ പവറാണ്. സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ മാത്രം കാര്യകാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും നമ്മളുടെ ജുഡീഷ്യറി ഈ ഒരു ബൊമ്മൈ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേസസ് ഓഫ് പ്രോപ്പർ ആൻഡ് ഇംപ്രോപ്പർ യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ എമർജൻസിയും പ്രസിഡൻഷ്യൽ റൂളും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി എന്നൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഞാൻ എടുത്ത കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം വായിക്കുക.
മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ബൈ.